ബെൻസൺ ജോൺ ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ ശ്രീ സമ്പത്ത് എം പി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇപ്പോൾ ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം, മോദി പ്രഭാവം കെട്ടടങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ ഇനി കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു പുതിയ പ്രഭാവം എങ്ങനെ കിട്ടാനാണ്? 3 സംസ്ഥാനങ്ങളിലെ പ്രചാരണത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതാണ് എം പി നേരത്തെ സൂചിപ്പിച്ചത്. 29 മണ്ഡലങ്ങളിലാണ് മോദി പോയത്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും 1/3 വോട്ട് മാത്രമാണ് BJPക്ക് കിട്ടിയത് ആ പോയ സ്ഥലങ്ങളിൽ. അദ്ദേഹം പോയ മണ്ഡലങ്ങളുടെ കണക്കുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ അദ്ദേഹം പോയ മണ്ഡലങ്ങളിൽ 8% ഇറോഷനാണ് BJPയുടെ വോട്ട് ബാങ്കിന് സംഭവിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ 7%, മധ്യപ്രദേശിൽ 3%. രാഹുൽ ഗാന്ധി 42 മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. ഈ 3 സംസ്ഥാനങ്ങളിൽ പകുതിയോളം വോട്ടാണ് കോൺഗ്രസിന് തിരിച്ചു കിട്ടിയത്, BJPയിൽ നിന്ന് പിടിച്ചെടുത്തത്. ഈ കണക്കുകൾ കാണിക്കുന്നത് വലിയ തോതിലുള്ള മോദി പ്രഭാവത്തിൻ്റെ ഇടിവും രാഹുലിൻ്റെ കടന്നുവരവും ഒക്കെയാണ്. അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഇപ്പോൾ മോദി ഇവിടെ വന്നിരിക്കുന്നു പ്രത്യേക താല്പര്യത്തോടെ. അടുത്ത അവസരങ്ങളിൽ 2 തവണ വരാൻ പോവുകയാണ്. പാലക്കാട് വരും, തിരുവനന്തപുരത്ത് വരും, ചിലപ്പോൾ തൃശ്ശൂരിൽ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ വേദിയിലും അദ്ദേഹത്തെ കാണാൻ കഴിയും. ഷാ വരാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാം തുടർച്ചയായി വരികയാണ്. ഇവിടെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകുമോ? പക്ഷേ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും വരാൻ പോവുകയാണ് ഈ മാസം അവസാനത്തോടെ. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന അതേ രാഹുൽ മോദി പ്രഭാവ മത്സരം ഇവിടെയും വന്നാൽ മറ്റിടങ്ങളിൽ കണ്ട രാഹുലിൻ്റെ മേൽക്കൈയാണോ ഇവിടെ വരിക? അതോ അവിടെ ഒന്നും കാണാത്ത തരത്തിലുള്ള പ്രഭാവത്തിൻ്റെ പുനരുജ്ജീവനം മോദിക്ക് കേരളത്തിൽ സാധ്യമാകുമോ? എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ? ഇല്ല, നമ്മളിത് ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് വേണു ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഒന്ന്, ഈ മോഡി വേഴ്സസ് രാഹുൽ എന്നൊരു നിലയിലേക്കൊരു ഫൈറ്റ് വന്നാൽ തന്നെ ആ ഒരു ഫൈറ്റ് തീർച്ചയായും മോഡിനെ സഹായിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ഇഫ് യു ലുക്ക് അറ്റ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്, നമ്മളുടെ വളരെ ശക്തമായ പോപ്പുലർ ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റേഴ്സ് ആരും തന്നെ ഒരു ചലഞ്ചറോട് തോറ്റിട്ടില്ല. നമ്മൾ ആദ്യം തൊട്ട് നോക്കും, നമ്മൾ ഇന്ദിരാഗാന്ധിയെ നോക്കും. ഒരു ചലഞ്ചറോടല്ല ഇന്ദിരാഗാന്ധി തോറ്റ്. ഇന്ദിരാഗാന്ധി സ്വയം തോൽക്കുകയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ട്. രാജീവ് ഗാന്ധിയെ നോക്കും. VP സിംഗ് ഒരിക്കലും രാജീവ് ഗാന്ധിക്ക് ഒരു വലിയ ചലഞ്ചറായിട്ട് വന്നില്ല. ഷാബാനോ കേസ്, ബോഫോഴ്സ് കേസ്, അങ്ങനെയാണ് രാജീവ് ഗാന്ധിയുടെ ഒരു ഡിഫീറ്റ് നമ്മൾ കാണുന്നത്. ശ്രീ AB വാജ്പേയിയെ നോക്കൂ. AB വാജ്പേയിയെ പോലൊരു പോപ്പുലർ, ഒരു വലിയ മെജോറിറ്റി ഇല്ലെങ്കിൽ ഒരു പോപ്പുലർ പ്രൈം മിനിസ്റ്ററിന് ഒരിക്കലും ഒരു ചലഞ്ചർ ഉണ്ടായിരുന്നില്ല. ഒരു ചലഞ്ചറോട് ഒരു പ്രൈം മിനിസ്റ്റർ തോക്കുന്നത് നമ്മൾ ഇന്ത്യയിൽ കണ്ടിട്ടേ ഇല്ല ഇതുവരെ എന്നതോട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കും ഒരു കാര്യമാണ്. സോ ഇതൊരു മോഡി വേഴ്സസ് രാഹുൽ ഫൈറ്റിലേക്ക് എവിടെ പോകുന്നു, അതാണ് തീർച്ചയായും BJPക്ക് പലയിടത്തും വേണ്ടത്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് BJP വളരെ തന്ത്രപരമായ ഓർഗനൈസേഷനുള്ള ഗ്രൗണ്ട് ലെവലിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ്. BJP കേരളത്തിൽ ശ്രമിക്കുന്നത് ഒരിക്കലും അതിനല്ല, മറിച്ച് BJP കേരളത്തിൽ ശ്രമിക്കുന്നത് ഈ ലോക്കൽ ഇഷ്യൂ. കാരണം അവർക്കറിയാം സൗത്ത് ഇന്ത്യയിൽ പലയിടത്തും ഒരു മോഡി വേഴ്സസ് രാഹുലിന് യാതൊരു അർത്ഥവുമില്ല. വളരെ ലോക്കലായിട്ടുള്ള ഇഷ്യൂ ആണ് സൗത്ത് ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നത്. ആന്ധ്ര നോക്കൂ, തെലങ്കാന നോക്കൂ, തമിഴ്നാട് നോക്കൂ, ഇവിടെയെങ്ങും ഒരു മോഡി വേഴ്സസ് രാഹുൽ ഫൈറ്റിന് യാതൊരു അർത്ഥവുമില്ല. കർണാടകത്തിൽ ഒരു പക്ഷേ മോഡി വേഴ്സസ് രാഹുൽ ഫൈറ്റിന് ഒരു അർത്ഥം വന്നേക്കാം. അതിലുമുപരി ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഈ ഒരു മഹാഗഡ്ബന്ധൻ ഐഡിയ, പാർട്ടികൾ ഒരുമിച്ച് വരുന്നു, ഒരു യോജിപ്പ് എന്നുള്ളതിനെ പൊളിച്ചു കാണിക്കുക എന്നുള്ളതാണ് BJP വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ബീഹാറിൽ അത് സാധിച്ചു, അവർക്ക് ഇപ്പോൾ അത് സാധിച്ചു, കർണാടകയിൽ അത് ശ്രമിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അവർക്ക് ഡിസ്ട്രോയ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ എനിക്ക് അതാണ് BJP ശ്രമിക്കുന്നതെന്ന് തോന്നുന്നില്ല, മറിച്ച് അവർ വളരെ സ്മാർട്ടായിട്ടൊരു ലോക്കൽ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്ത്, അവർക്കറിയാം ഇവിടെ ഒരു മോഡി വേഴ്സസ് രാഹുൽ ഫൈറ്റിന് ഒരു വലിയ അർത്ഥമുണ്ടാകുമെന്ന് BJPക്ക് തോന്നുന്നില്ല, മറിച്ച് ഒരു ലോക്കൽ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്ത് അത് സ്മാർട്ട്ലി പ്ലേ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് BJP നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഇതൊരു മോഡി വേഴ്സസ് രാഹുൽ ഫൈറ്റായിട്ട് എവിടെ മാറുന്നുവോ അവിടെ അഡ്വാൻറ്റേജ് തീർച്ചയായും മോഡിക്ക് തന്നെയായിരിക്കും. അത് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് വെച്ച് നമ്മൾ നോക്കിയാലും കാണും, അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു മഹാഗഡ്ബന്ധൻ ഐഡിയ എല്ലാവരും ഉപേക്ഷിച്ചതിന് ശേഷം ലോക്കൽ ഫൈറ്റ്സിൽ BJPയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ എല്ലായിടത്തും ശ്രമിക്കുന്നത് തന്നെയായിരിക്കും ഈ ഇലക്ടറലി എല്ലാവർക്കും നല്ലത്. കോയലീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നതോ റീജിയണൽ പാർട്ടീസ് പൊങ്ങി വരുന്നതോ ഇന്ത്യക്ക് ഒരിക്കലും മോശമായ ഒരു കാര്യമല്ല. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കാനാണ് BJP പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. 1991 ഇക്കണോമിക് റിഫോംസ് ആരാ ചെയ്തത്? ഒരു മെജോറിറ്റേറിയൻ ഒറ്റ പാർട്ടി ഗവൺമെന്റ് ആണ്. ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിയെന്ന് എല്ലാവരും പറയുന്ന റിഫോംസ് ആരാണ് ചെയ്തത്? ഇത് ശക്തമായ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് കോയലീഷൻ ഗവൺമെന്റ്സിൽ തന്നെയാണ്. ഒരു സൂപ്പർ മെജോറിറ്റി കിട്ടിയിട്ടുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 4 വർഷത്തെ പെർഫോമൻസ് നമ്മൾ നോക്കൂ. അപ്പോൾ കോയലീഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമായി ആയിരിക്കത്തില്ല. ഇന്ത്യ ഒരു ബേസിക് സിവിക്സ് ലെസൺ എല്ലാവരും ഇവിടെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊരു പാർലമെന്ററി സിസ്റ്റമാണ്, ഇതൊരു പ്രസിഡൻഷ്യൽ സിസ്റ്റമേ അല്ല. സോ ആ ഒരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ BJP ശ്രമിക്കും. തീർച്ചയായും അത് അവരുടെ അഡ്വാൻറ്റേജ് ആയിരിക്കും.